നമസ്കാരം. ബാങ്കിങ് 2026 ആദ്യത്തെ എക്സാം, അതായത് നമ്മുടെ RBI അസിസ്റ്റന്റിന് ശേഷം ഇനി നടക്കാൻ പോകുന്ന പരീക്ഷ എന്ന് പറയുന്നത് SBI POയുടെ ആണ്. SBI POയുടെ കംപ്ലീറ്റ് ഡീറ്റെയിൽസും നമ്മൾ ഒരു വീഡിയോ ത്രൂ നിങ്ങൾക്ക് കംപ്ലീറ്റ് ഡീറ്റെയിൽസും തന്നിട്ടുണ്ടായിരുന്നു. അതിന് താഴെ എല്ലാവരുടെയും കമന്റ്സ് നമ്മൾ കണ്ടിരുന്നു. IBPS PO ആൻഡ് ക്ലർക്കിന്റെ കംപ്ലീറ്റ് ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ചെയ്യാമോ? സോ ആ ഒരു വീഡിയോയുമായിട്ടാണ് ഞാൻ ഇന്ന് എത്തിയിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ടൊന്ന് നോക്കാം. എന്താണ് IBPS PO ആൻഡ് ക്ലർക്ക്, എന്നായിരിക്കും എക്സാം, ആർക്കൊക്കെയാണ് ഈ ഒരു എക്സാം അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുക, അതേപോലെ തന്നെ ഇതിന്റെ സിലബസ് എന്താണ്, എങ്ങനെ പ്രിപ്പയർ ചെയ്യണം, എല്ലാ കാര്യങ്ങളും നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ടൊന്ന് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ, എന്താണ് ഈ IBPS, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ബാങ്കിങ് പേഴ്സണൽ സെലക്ഷൻ? നമ്മുടെ ബാങ്ക് എക്സാംസ് കണ്ടക്ട് ചെയ്യുന്ന സെൻട്രൽ റിക്രൂട്ട്മെന്റ് ഏജൻസിയാണ് IBPS എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മൾ SBI POയുടെ നോട്ടിഫിക്കേഷൻ വന്നു, SBI ക്ലർക്കിന്റെ നോട്ടിഫിക്കേഷൻ വന്നു എന്ന് പറയുമ്പോൾ നമുക്കറിയാം സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിലേക്കുള്ള ക്ലർക്കിന്റെയും പ്രൊബേഷണറി ഓഫീസറിന്റെയും നോട്ടിഫിക്കേഷൻ ആണ് SBI PO ആൻഡ് SBI ക്ലർക്ക്. അപ്പൊ ഈ IBPS PO ആൻഡ് IBPS ക്ലർക്ക് എന്ന് പറഞ്ഞാൽ ഏത് ബാങ്കിലേക്കുള്ളതാണ് എന്ന് ഒരുപാട് പേർക്ക് ഡൗട്ട് ഉണ്ട്. SBI അവരുടെ എക്സാം സെപ്പറേറ്റ് ആയിട്ടാണ് നടത്തുന്നത്. അതേപോലെ തന്നെയാണ് കേരള ഗ്രാമീൺ ബാങ്ക് RRB POയും RRB ക്ലർക്കും സെപ്പറേറ്റ് ആയിട്ടാണ് എക്സാം നടത്തുക. ഈ രണ്ട് ബാങ്ക് മാത്രമാണ് ഉള്ളത്. ഇത് കൂടാതെ നമുക്ക് വേറെയും 11 പബ്ലിക് സെക്ടർ ബാങ്കുകളില്ലേ? പഞ്ചാബ് നാഷണൽ ബാങ്ക്, ബാങ്ക് ഓഫ് ബറോഡ, ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര, പഞ്ചാബ് ആൻഡ് സിന്ധ് ബാങ്ക്, ഇന്ത്യൻ ഓവർസീസ് ബാങ്ക് തുടങ്ങിയ 11 പബ്ലിക് സെക്ടർ ബാങ്കുകളിലേക്കുള്ള പ്രൊബേഷണറി ഓഫീസർ ആൻഡ് ക്ലർക്കിന്റെ നോട്ടിഫിക്കേഷൻ ആണ് നമ്മൾ പറയുന്ന IBPS PO ആൻഡ് IBPS ക്ലർക്ക്. അപ്പൊ ഈ IBPS PO ആൻഡ് ക്ലർക്കിൽ പങ്കെടുക്കുന്ന, പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന 11 പബ്ലിക് സെക്ടർ ബാങ്കുകളാണ്. ഏതൊക്കെയാണ്? പഞ്ചാബ് നാഷണൽ ബാങ്ക്, ബാങ്ക് ഓഫ് ബറോഡ, കാനറ ബാങ്ക്, ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര, യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ, സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ, ഇന്ത്യൻ ബാങ്ക്, ഇന്ത്യൻ ഓവർസീസ് ബാങ്ക്, പഞ്ചാബ് ആൻഡ് സിന്ധ് ബാങ്ക് ആൻഡ് ലാസ്റ്റ് യൂക്കോ ബാങ്ക്. ഈ 11 പബ്ലിക് സെക്ടർ ബാങ്കുകളിലേക്കുള്ള പ്രൊബേഷണറി ഓഫീസർ ആൻഡ് ക്ലർക്കിന്റെ നോട്ടിഫിക്കേഷൻ ആണ് IBPS PO ആൻഡ് IBPS ക്ലർക്ക് എന്ന എക്സാമിലൂടെ നടത്തുന്നത്. ക്ലിയർ ആയി എന്ന് കരുതുന്നു. എല്ലാവരും ആദ്യം ചോദിക്കുന്ന ഒരു കാര്യമാണ്, ഒരു IBPS PO ആയാലും എത്ര രൂപയായിരിക്കും ശമ്പളം കിട്ടുക? നമ്മുടെ ബാങ്കിങ് സെക്ടറിലേക്ക് ഒരുപാട് ആസ്പിറൻസിനെ അട്രാക്ട് ചെയ്യുന്ന ഒരു ഫാക്ടർ എന്ന് പറയുന്നത് നമുക്ക് കിട്ടുന്ന സാലറി ആൻഡ് പെർക്സ് ആണ്. IBPS PO ആണെങ്കിലും IBPS ക്ലർക്ക് ആണെങ്കിലും ബെറ്റർ സാലറി തന്നെയാണ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോ യെസ്, ഇതാണ് സാലറിയുടെ കാര്യം. നമുക്ക് ബേസിക് സാലറി, അതായത് ബേസിക് പേ എന്ന് പറയുന്നത് 48,480 ആണ് സ്റ്റാർട്ടിംഗ് ബേസിക് പേ എന്ന് പറയുന്നത്. സോ എന്തായാലും ഒരു ഇൻഹാൻസ് സാലറി നിങ്ങൾക്ക് 65K 70K അടുപ്പിച്ച് ഉറപ്പായിട്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യും? ഇൻഹാൻസ് സാലറി സ്റ്റാർട്ടിങ്ങിൽ തന്നെ കിട്ടും. ഓക്കെ, ക്ലർക്ക് ആണെങ്കിലും ഏറ്റവും ബെറ്റർ സാലറി തന്നെയാണ്. 50+ എന്തായാലും നിങ്ങൾക്ക് ഇൻഹാൻസ് സാലറി ആയിട്ട് കിട്ടും. അപ്പൊ അത് കൂടാതെ നമ്മൾ എപ്പോഴും പറയുന്നതാണ്, സാലറി മാത്രമല്ല ഒരുപാട് അലവൻസസ് ആണ് ബാങ്കിങ് സെക്ടർ നമുക്ക് വേണ്ടിയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇനി നമുക്ക് എന്നാണ് ഈ എക്സാം നടക്കാനായിട്ട് പോകുന്നത്? IBPS PO ഓൾറെഡി IBPSന്റെ കലണ്ടർ വന്നിട്ടുണ്ടായിരുന്നു. ജനുവരി ഒരു പകുതി ആയപ്പോൾ തന്നെ നമ്മൾ നിങ്ങളെ അറിയിച്ചതാണ് IBPSന്റെ കലണ്ടർ വന്നിട്ടുണ്ട്. IBPS POയുടെയും IBPS ക്ലർക്കിന്റെയും എക്സാം എന്നാണ് നടക്കുക. IBPS POയുടെ പ്രിലിമിനറി എക്സാം നടക്കുന്നത് 22ഉം 23നുമാണ്. ഓഗസ്റ്റ് 22ഉം 23നും. ഓഗസ്റ്റ് ഫസ്റ്റ് വീക്ക് SBI POയുടെ പ്രിലിംസ് ഉണ്ടാകും. അതിനുശേഷം ഓഗസ്റ്റ് ലാസ്റ്റ് വീക്കിലാണ് IBPS POയുടെ പ്രിലിംസ് നടക്കുക. ഓക്കെ, മെയിൻസ് നടക്കാൻ പോകുന്നത് ഒക്ടോബർ 4-നാണ് IBPS POയുടെ മെയിൻസ്. ഇനി IBPS ക്ലർക്ക് എന്ന IBPS ക്ലർക്കിന്റെ പ്രിലിംസ് വരുന്നത് ഒക്ടോബറിലാണ് 10ഉം 11ഉം. നിങ്ങൾ നോക്കിക്കേ, 4-ാം തീയതി IBPS POയുടെ മെയിൻസ് കഴിഞ്ഞാൽ പിന്നെ IBPS ക്ലർക്കിന്റെ പ്രിലിംസ് ആണ് ഒക്ടോബർ 10, 11. IBPS ക്ലർക്കിന്റെ മെയിൻസ് വരുന്നത് 27 ഡിസംബറിലാണ്. ഓക്കെ, ഡിസംബർ 27-നാണ് നമ്മുടെ IBPS ക്ലർക്കിന്റെ മെയിൻസ് വരുന്നത്. ഒന്ന് നോക്കിക്കേ, എത്രത്തോളം സമയമുണ്ട് അതിന് വേണ്ടിയിട്ട് നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ. ഇപ്പോ മെയ്, ഇനി ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, അല്ലെ, സെപ്റ്റംബർ, 4 മാസം തന്നെ നമുക്ക് പ്രിലിംസിനും ഉണ്ട്. അതുകൂടാതെ ഒക്ടോബർ കഴിഞ്ഞ് നവംബർ, ഡിസംബർ ലാസ്റ്റിലെ നമുക്ക് എന്തുള്ളൂ? IBPS ക്ലർക്കിന്റെ മെയിൻസ് ഉള്ളൂ. ഓക്കെ, അപ്പൊ നമുക്ക് സഫീഷ്യന്റ് ആയിട്ടുള്ള ഒരു ടൈം ഉണ്ട് എല്ലാ കാര്യങ്ങളും നോക്കി മനസ്സിലാക്കിയെടുക്കാനായിട്ട്. ഓക്കെ, യെസ്. അപ്പൊ നമ്മൾ സാലറി ഓൾറെഡി നമ്മൾ പറഞ്ഞു, ഏറ്റവും ബെറ്റർ സാലറി തന്നെയാണ് ബാങ്കിങ് സെക്ടർ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇനി ആർക്കൊക്കെയാണ് ഈ ഒരു IBPS PO എക്സാം എഴുതാൻ പറ്റുക? ഒരുപാട് ഡിഗ്രി ഫൈനൽ ഇയർ സ്റ്റുഡൻസ് നമ്മളോട് ചോദിക്കുന്നുണ്ട്, എനിക്ക് എഴുതാൻ പറ്റുമോ, എക്സാം എഴുതാൻ പറ്റുമോ, ഞാനൊരു ഫൈനൽ ഇയർ സ്റ്റുഡന്റ് ആണ്, എനിക്ക് എഴുതാൻ പറ്റുമോ? അപ്പൊ നമുക്ക്
ഈ ഒരു എക്സാം എഴുതണമെങ്കിൽ നമുക്കുണ്ടായിരിക്കേണ്ട എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് എനി ഡിഗ്രി ആണ്. ഏത് ഡിഗ്രിയും പക്ഷെ നിങ്ങൾ എന്തായിരിക്കണം? പാസ് ആയിരിക്കണം. ഇപ്പൊ നമുക്ക് നോട്ടിഫിക്കേഷൻ വന്നിട്ടില്ല, നമ്മളൊരു ജൂണിലാണ് നോട്ടിഫിക്കേഷൻ എക്സ്പെക്ട് ചെയ്യുന്നത്. അപ്പൊ ഈ നോട്ടിഫിക്കേഷൻ വരുമ്പോ അവര് പറയും ഇന്ന ഡേറ്റിനുള്ളിൽ, ഇപ്പൊ ജൂൺ 1 ആണെങ്കിൽ ജൂൺ 1 2026 നിങ്ങൾ ഡിഗ്രി പാസ് ആയിരിക്കണം. കാരണം നമുക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് സർട്ടിഫിക്കറ്റ് ഒന്നും അപ്ലോഡ് ചെയ്യണ്ട, പക്ഷേ നമ്മളുടെ റിസൾട്ട് വന്ന ഡേറ്റ്, നമുക്ക് എത്ര പെർസെന്റേജ് ഉണ്ട്, ഈ 2 കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യണം? ഡേറ്റ ആയിട്ട് കൊടുക്കണം. അപ്പൊ അതുകൊണ്ട് അവര് നോട്ടിഫിക്കേഷൻ എന്താണോ പറയുന്നത്, നോട്ടിഫിക്കേഷനിൽ പറയുന്ന ഡേറ്റിനുള്ളിൽ നമുക്ക് എന്തുണ്ടായിരിക്കണം? ഡിഗ്രി നമ്മൾ പാസ്സായിരിക്കണം. ഇത്ര പെർസെന്റേജ് ഒന്നും പറയുന്നില്ല, ബട്ട് നമുക്ക് ഏത് ഡിഗ്രി ആണെങ്കിലും കുഴപ്പമില്ല. അത് BA ആയിക്കോട്ടെ, BSc ആയിക്കോട്ടെ, BDS ആയിക്കോട്ടെ, BTech ആയിക്കോട്ടെ, MTech ആയിക്കോട്ടെ, ഏതാണെങ്കിലും നമുക്കൊരു ഡിഗ്രി ഉണ്ടായിരിക്കണം. അത് മാത്രമാണ് എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ പറയുന്നത്. പക്ഷെ ഫൈനൽ ഇയർ സ്റ്റുഡൻസിന് അപ്ലൈ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ, ഇപ്പൊ നിങ്ങൾ ലാസ്റ്റ് സെമസ്റ്റർ ഒക്കെയാണ്, നിങ്ങൾ എക്സാം ഒക്കെ എഴുതിയിട്ടിരിക്കുകയാണ്, നിങ്ങളുടെ റിസൾട്ട് അവർ നോട്ടിഫിക്കേഷനിൽ പറയുന്ന ഡേറ്റിനോടകം വന്നിട്ടുണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. ഇപ്പൊ സർട്ടിഫിക്കറ്റ് ഒന്നും കിട്ടിയില്ല, ഇപ്പൊ നമുക്ക് ഡേറ്റ്, നിങ്ങളുടെ റിസൾട്ട് അപ്ലൈ ചെയ്യുന്നത് അവർ ഏത് ഡേറ്റ് ആണോ പറഞ്ഞേക്കുന്നത് അതിനോടകം നിങ്ങളുടെ റിസൾട്ട് വന്നിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ റിസൾട്ട് എന്നാണോ ഓൺലൈനിൽ വന്നത് ആ ഡേറ്റ് കൊടുത്തും നിങ്ങൾക്ക് എന്ത് ചെയ്യാം? അപ്ലൈ ചെയ്യാൻ പറ്റും. പിന്നെ ലാസ്റ്റ് ഇന്റർവ്യൂവിന്റെ ടൈം ആകുമ്പോഴത്തേക്കിന് നമ്മൾ എന്ത് ചെയ്താൽ മതി? സർട്ടിഫിക്കറ്റ് ഡോക്യുമെന്റ് വെരിഫിക്കേഷന്റെ ടൈമിലേക്ക് നമുക്ക് എന്ത് ചെയ്താൽ മതി? സബ്മിറ്റ് ചെയ്താൽ മതി. ഓക്കെ, ഇനി എത്ര വയസ്സ് വരെയാണ് നമുക്ക് എഴുതാനായിട്ട് പറ്റുക? നമുക്ക് മിനിമം 20 വയസ്സും മാക്സിമം 30 വയസ്സുമാണ് POയ്ക്ക്. ക്ലർക്ക് ആണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ക്ലർക്ക് ആണെങ്കിൽ മാക്സിമം 28 വയസ്സ് വരെയാണ് അപ്ലൈ ചെയ്യാൻ പറ്റുക. PO ആണെങ്കിൽ 30 വയസ്സ് വരെയും, ക്ലർക്ക് ആണെങ്കിൽ 28 വയസ്സ് വരെയും. ജനറൽ കാറ്റഗറിയുടെ കാര്യമാണ് ഈ പറഞ്ഞത്. ഇനി ഒരു OBC കാറ്റഗറി ആണ് എന്നുണ്ടെങ്കിൽ എക്സ്ട്രാ ഒരു 3 വർഷത്തെ ഇളവും, SC ST ആണെന്നുണ്ടെങ്കിൽ 5 വർഷവും, PWBD ആണ് എന്നുണ്ടെങ്കിൽ നമുക്കൊരു 10 വർഷത്തെ ഇളവും കിട്ടും. ഓക്കെ, അപ്പൊ ഏതൊക്കെ ഡേറ്റ് ഓഫ് ബർത്ത്, ഇപ്പൊ മിസ് എന്റെ ഡേറ്റ് ഓഫ് ബർത്ത് ഇന്നതാണ്, എനിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമോ? അപ്പൊ അവര് നോട്ടിഫിക്കേഷൻ വരുന്ന സമയത്ത് ഇന്ന ഡേറ്റ് എന്ന് അവർ എടുത്തു പറയും. ഇന്ന തീയതി, ഇന്ന മാസം, ഇന്ന വർഷത്തിനുള്ളിൽ ജനിച്ചവരായിരിക്കണം. അത് കൃത്യമായിട്ട് നോട്ടിഫിക്കേഷൻ വരുന്ന സമയത്ത് നമുക്ക് നോട്ടിഫിക്കേഷനിൽ അത് കാണാൻ പറ്റും. അന്നേരം നമുക്കത് ക്ലിയർ ആയിട്ട് പറയാം. എന്തായാലും നിങ്ങൾ ഒരു 22, 28 ആണ് ക്ലർക്കിന് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്, 22, 30 ആണ് POയ്ക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. ഇനി ഒരു IBPS PO ആകണം എന്നുണ്ടെങ്കിൽ എന്തൊക്കെ കടമ്പകളാണ് ഞാൻ കടക്കേണ്ടത്? എത്ര കടമ്പകൾ കടന്നാണ് എനിക്കൊരു IBPS PO ആകാനായിട്ട് പറ്റുക? PO മീൻസ് പ്രൊബേഷണറി ഓഫീസർ ആണ്, ഓഫീസർ പോസ്റ്റ് ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ആദ്യം ഒരു പ്രിലിംസ് എക്സാം ഉണ്ടാകും, അതിനുശേഷം മെയിൻസ് ഉണ്ടാകും, അതിനുശേഷം ഇന്റർവ്യൂ ഉണ്ടാകും. ഈ 3 കടമ്പകൾ കടന്ന് മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക? ഒരു IBPS PO ആകാനായിട്ട് പറ്റുക. പ്രിലിംസ് എന്ന് പറയുന്നത് ജസ്റ്റ് മെയിൻസിലേക്കുള്ള ഒരു ചവിട്ടുപടി മാത്രമാണ്. പ്രിലിംസിന്റെ സ്കോർ ഒന്നും ഫൈനൽ സെലക്ഷൻ ആയിട്ട് എടുക്കില്ല, പക്ഷെ മെയിൻസിന്റെയും ഇന്റർവ്യൂവിന്റെയും സ്കോർ ആയിരിക്കും ഫൈനൽ സെലക്ഷന് വേണ്ടിയിട്ട് എടുക്കുക. അപ്പൊ POയ്ക്കാണെങ്കിൽ പ്രിലിംസ് ഉണ്ട്, മെയിൻസ് ഉണ്ട്, ഇന്റർവ്യൂ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ക്ലർക്ക് ആണെങ്കിൽ ഒറ്റ വ്യത്യാസമേ ഉള്ളൂ, പ്രിലിംസും മെയിൻസും മാത്രമേ ഉള്ളൂ, എന്തില്ല? ഇന്റർവ്യൂ ഇല്ല. പ്രിലിംസിന് ശേഷം മെയിൻസ് നിങ്ങൾ ക്വാളിഫൈ ചെയ്യുവാണ് എന്നുണ്ടെങ്കിൽ ഷുവർ ആയിട്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യും? ജോലി കിട്ടും. ക്ലർക്ക് ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്കറിയാം, നമുക്ക് നോട്ടിഫിക്കേഷൻ വരിക സ്റ്റേറ്റ് വൈസ് നോട്ടിഫിക്കേഷൻ ആയിരിക്കും. അതായത് നമ്മൾ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ ഓരോ സ്റ്റേറ്റിലും എത്ര വേക്കൻസി എന്നുള്ളത് നമുക്ക് കാണാൻ പറ്റും. അപ്പൊ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും. ക്ലർക്ക് ആണെങ്കിൽ, ഇപ്പൊ PO ആണെങ്കിൽ പാൻ ഇന്ത്യ ജോബ് ആണ്, ഓൾ ഇന്ത്യ വേക്കൻസി ആണ്. പക്ഷെ ക്ലർക്കിന് ഓരോ സ്റ്റേറ്റിലേക്കുമാണ് വേക്കൻസി വരുന്നത്. അപ്പോൾ ഒരാൾക്ക് ഒരു സ്റ്റേറ്റിലേക്ക് മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ അപ്ലൈ ചെയ്യുന്ന സ്റ്റേറ്റിലെ ഭാഷ നമുക്ക് അറിവുണ്ടായിരിക്കണം. അതാണ് LPT അല്ലെങ്കിൽ നമ്മൾ LLPT എന്ന് പറയും, ലോക്കൽ ലാംഗ്വേജ് പ്രൊഫിഷ്യൻസി ടെസ്റ്റ്. അതായത് നമ്മൾ അപ്ലൈ ചെയ്യുന്ന സ്റ്റേറ്റിലെ ഭാഷ നമുക്ക് അറിവുണ്ടായിരിക്കണം. കാരണം നമ്മളിപ്പോ അവിടുത്തെ സാധാരണ ആൾക്കാരുമായിട്ടാണ്, ക്ലറിക്കൽ പോസ്റ്റാണ്, അപ്പൊ നമ്മൾ അവിടുത്തെ സാധാരണ ആൾക്കാരുമായിട്ട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടി വരുമ്പോൾ നമുക്ക് കാര്യങ്ങൾ അറിയാൻ പറ്റണം, അല്ലെ? അതുകൊണ്ട് ഇപ്പൊ നമ്മൾ അവരോട് സംസാരിക്കുന്ന സമയത്ത് അവർക്കും മനസ്സിലാകണം, അവർ പറയുന്നത് നമുക്കും മനസ്സിലാകണം. അതുകൊണ്ട് തന്നെ നമ്മൾ ഏത് സ്റ്റേറ്റിലേക്കാണോ അപ്ലൈ ചെയ്യുന്നത്, ഏത് സ്റ്റേറ്റിലേക്ക് വേണേലും അപ്ലൈ ചെയ്യാം. ഇപ്പൊ നമുക്ക് തമിഴ്നാട് അപ്ലൈ ചെയ്യാം, പക്ഷെ അവിടുത്തെ ഭാഷ തമിഴ് നമുക്ക് അറിവുണ്ടായിരിക്കണം. മെയിൻസ് ക്വാളിഫൈ ചെയ്തതിന് ശേഷം നമുക്കൊരു ലാംഗ്വേജ് പ്രൊഫിഷ്യൻസി ടെസ്റ്റ് ഉണ്ടാകും. ഇനി ഒരു കാര്യമുണ്ട്, ഇപ്പൊ നമ്മൾ 10ലോ +2ലോ ഒക്കെ നമ്മൾ ആ ഭാഷ, ഇപ്പൊ ഞാൻ കേരളത്തിലാണ് അപ്ലൈ ചെയ്യുന്നത്, ഞാൻ 10ാം ക്ലാസ്സിൽ മലയാളം പഠിച്ചിട്ടുണ്ട്, എന്റെ സർട്ടിഫിക്കറ്റിൽ അതിൽ എനിക്ക് കാണിക്കാൻ പറ്റുന്നുണ്ട് എന്നുണ്ടെങ്കിൽ എനിക്ക് എന്തുണ്ടാകില്ല? LPT ഉണ്ടായിരിക്കില്ല.
ഇപ്പൊ നിങ്ങൾ ഏത് സ്റ്റേറ്റ് വേണേലും അപ്ലൈ ചെയ്യാം. ഇപ്പൊ നമ്മൾ ചിലയിടത്ത് വേക്കൻസി കൂടുതലുണ്ട്, ഇവിടെ വേക്കൻസി കുറവാ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ വേറെ സ്റ്റേറ്റ് വെക്കുമ്പോൾ അവിടുത്തെ ഭാഷ സ്വയം അറിയാമോ, അല്ലെങ്കിൽ ആ ഭാഷ ഞാൻ പഠിക്കും എന്നുറപ്പുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ, വേറൊരു സ്റ്റേറ്റിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പാടുള്ളൂ. ഇനി നമുക്ക് ഇതിന്റെ ഒരു എക്സാം പാറ്റേൺ എന്താണ്? IBPS PO ആണെങ്കിലും IBPS ക്ലർക്ക് ആണെങ്കിലും നമുക്ക് പ്രിലിംസിന് 3 സബ്ജക്റ്റ് ആണ് പഠിക്കാനുള്ളത്. ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ്, റീസണിംഗ് ആൻഡ് ഇംഗ്ലീഷ്. അപ്പൊ ആദ്യം നമുക്ക് POയുടെ പ്രിലിംസിന്റെ പാറ്റേൺ ഒന്ന് നോക്കാം. നമുക്ക് ഇംഗ്ലീഷിന് 30 ക്വസ്റ്റ്യൻ ആണ്, 30 മാർക്ക്. ഓരോ ക്വസ്റ്റ്യൻ ഓരോ മാർക്കായിട്ടാണ്. നമുക്ക് സെക്ഷണൽ ടൈമിംഗ് ഉണ്ട് 20 മിനിറ്റ്സ്. ഇപ്പം ആദ്യമായിട്ട് എന്താണ് ഈ സെക്ഷണൽ ടൈമിംഗ് എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഡൗട്ട് വരരുത്. നമ്മളിപ്പോ സാധാരണ സ്കൂൾ ക്ലാസ്സുകളിലൊക്കെ എക്സാം എഴുതുന്ന സമയത്ത് ഇപ്പൊ 100 മാർക്കിന്റെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ആണ് നമ്മുടെ കയ്യിലെങ്കിൽ നമുക്ക് 3 മണിക്കൂറാണ് പരീക്ഷയെങ്കിൽ ഈ 3 മണിക്കൂർ 100 ക്വസ്റ്റ്യന് നമുക്ക് കാണാൻ പറ്റും. അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ട്, നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചൊക്കെ നോക്കാം. പക്ഷെ ഇവിടെ നമ്മുടെ എക്സാം എന്ന് പറയുന്നത് CBT എക്സാം ആണ്, കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്കിപ്പോ ആദ്യം ഇംഗ്ലീഷ് സെക്ഷനിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ ഈ 30 ക്വസ്റ്റ്യൻ ആദ്യത്തെ 20 മിനിറ്റ് മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, കാണാൻ പറ്റുള്ളൂ. ആ 20 മിനിറ്റിൽ വേണം നമ്മൾ ഈ 30 ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാൻ. ആ 20 മിനിറ്റ് കഴിഞ്ഞാൽ പിന്നെ ഇംഗ്ലീഷിന്റെ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് കാണാൻ പറ്റില്ല, അടുത്ത സെക്ഷനിലേക്ക് പോകും. ഓക്കെ, അപ്പൊ ഇവിടെ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിന് 35 ക്വസ്റ്റ്യനും 30 മാർക്കും ആണ്. നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് കൂടുതലും മാർക്ക് കുറവുമാണ്. QA മീൻസ് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ്. നമ്മുടെ മാത്സ് നമ്മൾ 10 വരെ പഠിച്ചിട്ടുള്ള നമ്മുടെ മാത്സിന്റെ കാര്യമാണ്. അതിനും നമുക്ക് എത്ര സമയമേ കിട്ടത്തുള്ളൂ, 20 മിനിറ്റ് മാത്രമേ സമയം കിട്ടുള്ളൂ. ഇനി റീസണിങ് എബിലിറ്റിയും ഈ പറഞ്ഞതുപോലെ 35 ക്വസ്റ്റ്യൻ ആണ്, പക്ഷെ നമ്മളുടെ മാർക്ക് എന്ന് പറയുന്നത് 40. അപ്പൊ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് 35 ക്വസ്റ്റ്യനും 30 മാർക്കും, റീസണിങ്ങിന് 35 ക്വസ്റ്റ്യന് 40 മാർക്കും ആണ്. അതിന് നമുക്ക് എത്ര ടൈം മാത്രമേ കിട്ടുള്ളൂ, 20 മിനിറ്റ്സ് മാത്രമേ കിട്ടുള്ളൂ. ടോട്ടൽ 1 അവർ ആണ്, 60 മിനിറ്റ്സ് ആണ് നമ്മുടെ പ്രിലിംസിന്റെ ടൈം എന്ന് പറയുന്നത്. ഉറപ്പായിട്ടും നെഗറ്റീവ് മാർക്ക് ഉണ്ടോ എന്നൊരു ചോദ്യം നിങ്ങളുടെ മൈൻഡിൽ വരും. ഉറപ്പായിട്ടും നെഗറ്റീവ് മാർക്ക് ഉണ്ട്. അപ്പൊ എന്തായാലും നമുക്ക് കറക്കി കുത്താൻ പറ്റില്ല. 100% ആക്യുറസിയോട് കൂടിയിട്ട് മാത്രമേ നമുക്ക് ക്വസ്റ്റ്യൻസ് അറ്റംപ്റ്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, ഇതാണ് പ്രിലിംസിന്റെ എക്സാം പാറ്റേൺ IBPS PO. അങ്ങനെയാണെങ്കിൽ മെയിൻസിലേക്ക് വരുമ്പോൾ എന്താ വ്യത്യാസം? നമുക്ക് പ്രിലിംസിൽ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ്, റീസണിംഗ്, ഇംഗ്ലീഷ് ആണെങ്കിൽ മെയിൻസിലേക്ക് വരുമ്പോൾ എക്സ്ട്രാ ഒരു സബ്ജക്റ്റും കൂടെ ഉണ്ട്, കറണ്ട് അഫയേഴ്സ്. നമുക്ക് ആകെ ഈ 4 സബ്ജക്റ്റ് മാത്രമേ പഠിക്കാനുള്ളൂ. പിന്നെ RRB പോലെയുള്ളതിലാണെങ്കിലാണ് നമുക്ക് എക്സ്ട്രാ മെയിൻസിന് കമ്പ്യൂട്ടറും കൂടെ പഠിക്കേണ്ടി വരുന്നത്. ഈ 4 സബ്ജക്ട് പഠിച്ചുകൊണ്ടാണ് ഒരുപാട് എക്സാംസ് നമുക്ക് എഴുതാൻ പറ്റുന്നത്. അപ്പൊ ഈ കറണ്ട് അഫയേഴ്സ് എന്ന് പറയുമ്പോൾ ജനറൽ അവയർനെസ് പ്ലസ് ബാങ്കിങ് അവയർനെസ് ആണ്. ഇപ്പൊ നിങ്ങളുടെ മെയിൻസ് എന്നാണോ നടക്കുന്നത് അതിന് തൊട്ട് പിറകോട്ടുള്ള 6 മാസത്തെ കറണ്ട് അഫയേഴ്സ് ആണ് ബാങ്ക് എക്സാമിന് ചോദിക്കാം. അപ്പൊ ആ 6 മാസത്തെ കറണ്ട് അഫയേഴ്സ് മാത്രം നമ്മൾ എന്ത് ചെയ്താൽ മതി, പഠിച്ചാൽ മതി. അപ്പൊ മെയിൻസിലേക്ക് വരുമ്പോൾ നമുക്കൊന്ന് പാറ്റേൺ നോക്കാം. റീസണിങ്ങിന് നമ്പർ ഓഫ് ക്വസ്റ്റ്യൻ 40 ആണ്. നമുക്ക് കിട്ടുന്ന മാർക്ക് എത്രയാ, മാക്സിമം മാർക്ക് എത്രയാ, 60 ആണ്. അവിടെയും സെക്ഷണൽ ടൈമിംഗ് ഉണ്ട്. സോ ഈ 40 ക്വസ്റ്റ്യൻ ചെയ്യാൻ നമുക്ക് 50 മിനിറ്റ് മാത്രമായിരിക്കും സമയം കിട്ടുക. ഇനി ജനറൽ എക്കണോമി ആൻഡ് ബാങ്കിങ് അവയർനെസ്, ഞാനിപ്പോ പറഞ്ഞ കറണ്ട് അഫയേഴ്സ്, അതിന് 35 ക്വസ്റ്റ്യൻ ആണ്, മാർക്ക് 50 ആണ്. ആകെ കിട്ടുന്ന സമയം എന്ന് പറയുന്നത് 25 മിനിറ്റ് മാത്രമായിരിക്കും. ദെൻ ഇംഗ്ലീഷിന് 35 ക്വസ്റ്റ്യൻ, 40 മാർക്ക്. അവിടെ കിട്ടുന്ന സമയം എന്ന് പറയുന്നത് 40 മിനിറ്റ്സ് ആണ്. ആൻഡ് ഡേറ്റ അനാലിസിസ് ആൻഡ് ഇന്റർപ്രിട്ടേഷൻ DI ആണ്, മാത്സ് ആണ്. 35 ക്വസ്റ്റ്യൻ, 50 മാർക്ക്. അവിടെയും നമുക്ക് ഉള്ള സമയം എന്ന് പറയുന്നത് 45 മിനിറ്റ്. ഇത് കൂടാതെ നമുക്ക് ഡിസ്ക്രിപ്റ്റീവ് പേപ്പറും കൂടെ ഉണ്ട്. ഒരു എസ്സേയും ഒരു കോംപ്രിഹെൻഷനും നമുക്ക് കമ്പ്യൂട്ടറിലൂടെ ടൈപ്പ് ചെയ്ത് എന്ത് ചെയ്യണം, നമുക്ക് എക്സാമിന് ചെയ്യണം. അത് മെയിൻസിന്റെ കൂടെ തന്നെ ആയിരിക്കും. അതിന് നമുക്ക് 2 ക്വസ്റ്റ്യൻ ആണല്ലോ ഉള്ളത്. അങ്ങനെ നമുക്ക് മാക്സിമം മാർക്ക് 25 ആണ്. അതിന് നമുക്ക് കിട്ടുന്ന സമയം എന്ന് പറയുന്നത് 30 മിനിറ്റ്. നമുക്ക് ഈ 4 സബ്ജക്റ്റിനും കൂടെ ടോട്ടൽ 160 മിനിറ്റും എക്സ്ട്രാ ഡിസ്ക്രിപ്റ്റീവ് സെക്ഷന് നമുക്ക് ടോട്ടൽ 30 മിനിറ്റ്സും ആയിരിക്കും ടൈം കിട്ടുക. ഇതാണ് IBPS POയുടെ മെയിൻസിന്റെ എക്സാം പാറ്റേൺ. അപ്പൊ ഡിസ്ക്രിപ്റ്റീവ് എന്തായാലും ഉണ്ടായിരിക്കും. നമ്മൾ എപ്പോഴും നിങ്ങളോട് പറയുന്നതാണ്, നിങ്ങൾ എഡിറ്റോറിയൽസ് വായിക്കണം. അപ്പൊ നമുക്ക് ചുറ്റും നടക്കുന്ന കാര്യങ്ങളെ പറ്റിയിട്ടൊക്കെ നമുക്കൊരു ബേസ് ഐഡിയ ഉണ്ടായിരിക്കും അല്ലെ. പിന്നെ കമ്പ്യൂട്ടറിലൂടെ ടൈപ്പ് ചെയ്തിട്ടുള്ള ഒരു പ്രാക്ടീസ് കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഡിസ്ക്രിപ്റ്റീവ് ഒക്കെ ആ ഒരു ടൈമിൽ നന്നായി ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, യെസ്. ഇനി അതേപോലെ തന്നെ ഇപ്പൊ നമ്മൾ IBPS POയുടെ പ്രിലിംസിന്റെയും മെയിൻസിന്റെയും എക്സാം പാറ്റേൺ ആണ് പറഞ്ഞത്. ഇനി നമുക്ക് IBPS ക്ലർക്ക് നോക്കിയാലോ. IBPS ക്ലർക്കിന് ഇംഗ്ലീഷ് 30 ക്വസ്റ്റ്യൻ ആണ്. അപ്പം 30 ക്വസ്റ്റ്യൻ 30 മാർക്ക്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 20 മിനിറ്റ് ആണ് സമയം.
ദെൻ ന്യൂമറിക്കൽ എബിലിറ്റി അഗൈൻ 35 ക്വസ്റ്റ്യൻ 35 മാർക്ക്, എവിടെ 20 മിനിറ്റ്. മറ്റിടത്ത് 35 ക്വസ്റ്റ്യന് 30 മാർക്ക് ആണെങ്കിൽ ഇവിടെ ക്ലർക്ക് ആയിരിക്കുമ്പോഴത്തേക്കും എല്ലാ ക്വസ്റ്റ്യനും 1 മാർക്ക് വീതമാണ്. റീസണിങ്ങിനും അങ്ങനെ തന്നെ 35 ക്വസ്റ്റ്യൻ 35 മാർക്ക് 20 മിനിറ്റ്, ഇവിടെയും 60 മിനിറ്റ്സ് 1 അവർ തന്നെയാണ് പ്രിലിംസിന്റെ എക്സാം ടൈം എന്ന് പറയുന്നത്. ഇതിന്റെ മാർക്ക് എന്ന് പറയുന്നത് ഫൈനൽ സെലക്ഷൻ എടുക്കില്ല, മെയിൻസിലേക്ക് കയറാൻ വേണ്ടിയിട്ടുള്ള മാർക്ക് അല്ലെങ്കിൽ മെയിൻസിലേക്കുള്ള ഒരു ചവിട്ടുപടി മാത്രമാണ് പ്രിലിംസ് എന്ന് പറയുന്നത്. ഓക്കെ, മെയിൻസ് ആണെങ്കിലോ മെയിൻസിന് നമുക്ക് 4 സബ്ജക്ട് തന്നെയാണ്. ജനറൽ ഓർ ഫിനാൻഷ്യൽ അവയർനെസ്, നമ്മളിപ്പോ പറഞ്ഞതുപോലെ തന്നെ ബാങ്കിങ് അവയർനെസ്, കറണ്ട് അഫയേഴ്സ്. ഇവിടെ നമുക്ക് 40 ക്വസ്റ്റ്യനും 50 മാർക്കും കിട്ടുന്ന സമയം എന്ന് പറയുന്നത് 20 മിനിറ്റ് ആണ്. ശരിക്കും IBPS POയും IBPS ക്ലർക്കും സബ്ജക്റ്റിൽ ഒന്നും ഒരു വ്യത്യാസവും ഇല്ല. നമ്പർ ഓഫ് ക്വസ്റ്റ്യനും അല്ലെങ്കിൽ മാർക്കിലും മാത്രമാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ വ്യത്യാസം. സിലബസും എല്ലാം സെയിം തന്നെയാണ്, ക്വസ്റ്റ്യന്റെ ലെവലിൽ മാത്രമായിരിക്കും വ്യത്യാസം. ഇപ്പൊ IBPS PO ആണെങ്കിൽ കുറച്ചും കൂടെ ലെവൽ കൂടുതലായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും ചോദിക്കുക, ക്ലർക്ക് ആകുമ്പോൾ കുറച്ചും കൂടെ ലെവൽ കുറവുള്ള ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുക എന്നുള്ളത് മാത്രമേ വ്യത്യാസമായിട്ടുള്ളൂ. ഓക്കെ, ഇനി ഇംഗ്ലീഷിന് നമുക്ക് 40 ക്വസ്റ്റ്യൻ 40 മാർക്ക് എടുക്കുന്ന മീൻസ് നമുക്ക് കിട്ടുന്ന ടൈം എന്ന് പറയുന്നത് 35 മിനിറ്റ് ആണ്. ദെൻ റീസണിങ്ങിന് നമുക്ക് 40 ക്വസ്റ്റ്യൻ 60 മാർക്ക് 35 മിനിറ്റ് സമയം. നോക്കിക്കേ, 40 ക്വസ്റ്റ്യൻ 60 മാർക്ക്, മറ്റിടത്തും അങ്ങനെ തന്നെയായിരുന്നു. QAക്ക് ആണെങ്കിൽ 35 ക്വസ്റ്റ്യൻ 50 മാർക്ക് 30 മിനിറ്റ്. ഓക്കെ, ടോട്ടൽ നമുക്ക് 155 ക്വസ്റ്റ്യൻസും 200 മാർക്കും 120 മിനിറ്റ് മാത്രമായിരിക്കും നമുക്ക് എന്ത് ചെയ്യുക ടൈം കിട്ടുക. അപ്പൊ സിലബസ് എല്ലാം സെയിം ആണ്, സബ്ജക്ട് എല്ലാം സെയിം ആണ്, നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസിലും ഓരോ സെക്ഷൻസിനും ഉള്ള മാർക്കിലും മാത്രമാണ് വ്യത്യാസം വരുന്നത് IBPS PO ആൻഡ് ക്ലർക്ക്. IBPS POയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ പിന്നെ എക്സ്ട്രാ ഡിസ്ക്രിപ്റ്റീവ് എവിടെയുണ്ട്? IBPS POയിലുണ്ട്. IBPS ക്ലർക്കിന് എന്തില്ല? ഡിസ്ക്രിപ്റ്റീവ് പേപ്പറും ഇല്ല, ഇന്റർവ്യൂ ഇല്ല. അതാണ് IBPS PO ആൻഡ് IBPS ക്ലർക്ക് തമ്മിലുള്ള വ്യത്യാസം. ഓക്കെ ആണേ? യെസ്. അങ്ങനെയെങ്കിൽ ഞാൻ എപ്പോഴും ബാങ്ക് എക്സാംസിന് പ്രിപ്പയർ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുന്ന ആസ്പിറൻസിനോട് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഈ ഒരു ഫീൽഡിലേക്ക് അട്രാക്ട് ചെയ്യുന്ന ഒരു കാര്യം ഞാൻ എപ്പോഴും പറയുന്നതാണ് സിംഗിൾ സിലബസ് ആൻഡ് മൾട്ടിപ്പിൾ എക്സാം. ഒറ്റ പരീക്ഷ മീൻസ് ഒറ്റ സിലബസും ഒരുപാട് പരീക്ഷകളും. ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ സിലബസ് ഇല്ലേ, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ്, റീസണിംഗ്, ഇംഗ്ലീഷ്, ബാക്കി കറണ്ട് അഫയേഴ്സ്, അതായത് ജനറൽ അവയർനെസ് പ്ലസ് ബാങ്കിങ് അവയർനെസ്, ഈ 4 സബ്ജക്ട്. പിന്നെ RRBയും RB അസിസ്റ്റന്റ് പോലെയുള്ള എക്സാംസിന് മെയിൻസിന് സെപ്പറേറ്റ് കമ്പ്യൂട്ടർ ചോദിക്കാറുണ്ട്. അത് 40 ക്വസ്റ്റ്യൻ 20 മാർക്കിനൊക്കെ ആയിരിക്കും ചോദിക്കുക. ഈ ഇത്രയും സിലബസ് മാത്രം പഠിച്ച് ഒരു വർഷം വരുന്ന 20-ലധികം പരീക്ഷകൾ നിങ്ങൾക്ക് എഴുതാൻ പറ്റും. ചില പരീക്ഷകളൊക്കെ വർഷത്തിൽ ഒരെണ്ണം മാത്രമായിരിക്കും ഉണ്ടായിരിക്കുക. നമ്മളെ സംബന്ധിച്ച് ഈ ഒറ്റ സിലബസ് പഠിച്ച് ഒരുപാട് പരീക്ഷകൾ എഴുതാൻ പറ്റും. ആ ഒരുപാട് പരീക്ഷകൾ എന്ന് പറയുന്നത് ഒരുപാട് സാധ്യതകളാണ് നമുക്ക് മുന്നിലേക്ക് തുറന്നു തരുന്നത്. അത് വളരെ വലിയൊരു കാര്യമാണ് അല്ലെ. ഇപ്പൊ നമ്മൾ ഈ IBPS PO ആൻഡ് IBPS ക്ലർക്കിന്റെ സെയിം സിലബസ് പറഞ്ഞു, സിലബസിലേക്ക് ഞാൻ വരുന്നതേ ഉള്ളൂ. ദാറ്റ് മീൻസ് സബ്ജക്ട് പറഞ്ഞത് തന്നെയാണ് SBA PO ആൻഡ് SBA ക്ലർക്ക്, അത് തന്നെയാണ് RRB PO ആൻഡ് RRB ക്ലർക്ക്. കൂടാതെ നിരവധി ഇൻഷുറൻസ് എക്സാമുകളും, ഇതിനെല്ലാത്തിനും ഒറ്റ സിലബസാണ്. അപ്പൊ നമ്മള് ഇതിന് ഒരു എക്സാമിന് വേണ്ടിയിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് എക്സാംസ് ആണ് എഴുതാൻ പറ്റുന്നത്. അത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കോൺഫിഡൻസിനെ ഇരട്ടിയാക്കുക ചെയ്യുന്നത്. നമുക്കുള്ള സാധ്യതകള് ഒരുപാട് സാധ്യതകൾ തുറന്നു തരുകയാണ് ചെയ്യുന്നത്. അത് ഉറപ്പായിട്ട് നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കണം. പിന്നെ ഓരോ എക്സാംസിന് അപ്ലൈ ചെയ്യുമ്പോൾ അയ്യോ ഓരോ എക്സാംസിന് സെപ്പറേറ്റ് ഫീ ആണല്ലോ, അത്രയും ഫീ കൊടുക്കണമല്ലോ, ഇതൊക്കെ നിങ്ങളുടെ മനസ്സിലുള്ള ഒരു കൺസേൺ ആയിരിക്കും. പക്ഷെ അതൊന്നും ഇപ്പൊ ചിന്തിക്കേണ്ട. നിങ്ങളുടെ നല്ല ഭാവിക്കായിട്ടുള്ള ഒരു കുഞ്ഞ് ഇൻവെസ്റ്റ്മെന്റ് ആണ് എന്ന് മാത്രം കരുതിയാൽ മതി. കാരണം നമ്മൾ ഒരു നല്ല ബെറ്റർ ജോലി, ഇൻഡിപെൻഡന്റ് ആയിട്ട് ഇത്രയും സാലറിയും ഇത്രയും പെർക്സും ഇത്രയും അലവൻസസും ഒക്കെ കിട്ടുന്ന ഒരു ജോലിയിലേക്ക് എത്തുമ്പോൾ നമ്മൾ അന്ന് ആ കൊടുത്ത കുഞ്ഞ് എമൗണ്ട് എന്ന് പറയുന്നത് നിങ്ങൾക്ക് സന്തോഷമേ തരത്തുള്ളൂ. ഓക്കെ, യെസ്. ഇനി നമുക്ക് സിലബസിലേക്ക് കടക്കാം. എല്ലാവരും ചോദിക്കുന്നതാണ് എന്താണ് QA, എന്താണ് റീസണിങ്, എന്താണ് ഇംഗ്ലീഷ്. അപ്പൊ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ മാത്സ് ആണ്. നമ്മൾ നമ്മുടെ 10ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ള മാത്സ്. 10 വരെ നമ്മൾ ഒരുപാട് ടോപ്പിക്സ് പഠിച്ചിട്ടുണ്ട്. പെർസെന്റേജ് പഠിച്ചിട്ടുണ്ട്, റേഷ്യോ പഠിച്ചിട്ടുണ്ട്, പ്രോഫിറ്റ് ആൻഡ് ലോസ്, സിമ്പിൾ ആൻഡ് ഇൻട്രസ്റ്റ്, കോമ്പൗണ്ട് ആൻഡ് ഇൻട്രസ്റ്റ്, ആവറേജ്, മെൻസുറേഷൻ, അങ്ങനെ കുറെ ടോപ്പിക്സ് പഠിച്ചിട്ടുണ്ട്. അതെല്ലാം തന്നെ നമുക്ക് ഇവിടെ പഠിക്കാനുണ്ട്. പക്ഷെ അവിടെയൊക്കെ നമ്മൾ പഠിച്ചത് സ്റ്റെപ്സിന് ഇമ്പോർട്ടൻസ് കൊടുത്താം അല്ലെ. ഇപ്പൊ നമ്മൾ തന്നെ പറഞ്ഞിട്ടുണ്ട് ടീച്ചേഴ്സിനോട്, മിസ് എന്റെ ഫൈനൽ ആൻസർ തെറ്റാണെങ്കിലും എനിക്ക് സ്റ്റെപ്പ് ഉണ്ടല്ലോ, സ്റ്റെപ്പിന് അങ്ങനെ മാർക്ക് മേടിച്ച് വന്ന ആൾക്കാരാണ് നമ്മളൊക്കെ. സ്റ്റെപ്സ് എഴുതി സ്റ്റെപ്സിന് മാർക്ക് മേടിച്ചവരാ. പക്ഷെ നമ്മൾ കോമ്പറ്റേറ്റീവ് എക്സാംസിന്റെ വേൾഡിലേക്ക് ഇറങ്ങുമ്പോൾ നമ്മൾ ഈ എഴുതുന്ന സ്റ്റെപ്സ് ആരും കാണുന്നില്ല. നമുക്ക് ഫൈനൽ ആൻസർ മാത്രമാണ് വളരെ പെട്ടെന്ന് എന്ത് ചെയ്യേണ്ടത്, ആൻസറിലേക്ക് നമുക്ക് എത്തേണ്ടത്, അല്ലെങ്കിൽ നമ്മൾ കമ്പ്യൂട്ടറിൽ ക്ലിക്ക് ചെയ്യേണ്ടത്.
അതിനെങ്ങനെ പറ്റും? അതിന് നമ്മൾ സ്കൂളിൽ പഠിച്ച ട്രഡീഷണൽ മെത്തേഡ് അല്ല ഒരിക്കലും നമ്മൾ യൂസ് ചെയ്യേണ്ടത്. ബേസിക് കോൺസെപ്റ്റ്സ് മനസ്സിലാക്കി സ്പീഡും ആക്യുറസിയും മെയിൻറ്റെയിൻ ചെയ്തുള്ള പ്രാക്ടീസ് ആണ് നിങ്ങൾക്ക് ഏതൊരു ബാങ്ക് ആൻഡ് ഇൻഷുറൻസ് എക്സാം ക്രാക്ക് ചെയ്യാനുള്ള എളുപ്പ വഴി എന്ന് പറയുന്നത്. അപ്പൊ ഇവിടുത്തെ കേസിൽ ഇപ്പൊ നമുക്ക് സിംപ്ലിഫിക്കേഷൻ, നമ്മൾ സ്കൂളിൽ 7ലും 8ലും 9ലും ഒക്കെ നമ്മൾ സിംപ്ലിഫിക്കേഷന്റെ ചാപ്റ്റേഴ്സ് ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. പക്ഷെ അവിടെ നമ്മൾ സ്റ്റെപ്സാ. ഇവിടെ നമുക്ക് ആ സിംപ്ലിഫിക്കേഷൻ ക്വസ്റ്റ്യൻസ് വളരെ പെട്ടെന്ന് നമുക്ക് ചെയ്യണം. അപ്പൊ സിംപ്ലിഫിക്കേഷൻ ഒക്കെ സ്പീഡ് മാത്സ് എന്ന് നമ്മൾ പറയും. സിംപ്ലിഫിക്കേഷൻ ഉണ്ട്, നമ്പർ സീരീസ് ഉണ്ട്, ക്വാഡ്രാറ്റിക് ഇക്വേഷൻസ് ഉണ്ട്. ഇതെല്ലാം ക്വാണ്ടിനകത്തിൽ നമുക്ക് പഠിക്കേണ്ട ടോപ്പിക്സ് ആണ്. കൂടാതെ ഒരുപാട് അരിത്തമെറ്റിക് ടോപ്പിക്സും ഉണ്ട്, DI ഉണ്ട്, ഡേറ്റ ഇന്റർപ്രിട്ടേഷൻ ഉണ്ട്. അരിത്തമെറ്റിക് ടോപ്പിക്സ് ആണ് പ്രോഫിറ്റ് ആൻഡ് ലോസ്, പെർസെന്റേജ്, മിക്സ്ചർ ആൻഡ് അലിഗേഷൻ, സിമ്പിൾ ആൻഡ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്, ടൈം ആൻഡ് വർക്ക്, ടൈം ആൻഡ് ഡിസ്റ്റൻസ്, മെൻസുറേഷൻ, then റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷൻ, പെർസെന്റേജ് എല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിന്റെ അകത്തിൽ ഡേറ്റ ഇന്റർപ്രിട്ടേഷനും സ്പീഡ് മാത്സിനും തന്നെ നല്ല വെയിറ്റേജ് ഉണ്ട്. പക്ഷെ ഇത് രണ്ടും നന്നായി ചെയ്യണം എന്നുണ്ടെങ്കിൽ അരിത്തമെറ്റിക് പാർട്ടും നമ്മൾ ഓക്കെ ആക്കണം. എങ്കിൽ മാത്രമേ ചില മെയിൻസ് ലെവൽ DI ഒക്കെ നമുക്ക് നന്നായി ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ സ്പീഡ് മാത്സ് സെക്ഷൻ ഉണ്ട്, അതിൽ സിംപ്ലിഫിക്കേഷൻ ആൻഡ് അപ്രോക്സിമേഷൻ വരും, നമ്പർ സീരീസ് വരും, അത് തന്നെ മിസ്സിംഗ് നമ്പർ സീരീസ് ഉണ്ട്, റോങ് നമ്പർ സീരീസ് ഉണ്ട്, ആൻഡ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ. അതിനുശേഷം DI തന്നെ പല ടൈപ്പ് DI ഉണ്ട്, ലൈൻ ഗ്രാഫ് ഉണ്ട്, ബാർ ഗ്രാഫ് ഉണ്ട്, കേസ്ലെറ്റ് ഉണ്ട്. ഓക്കെ, ഇത് കൂടാതെ ഇഷ്ടം പോലെ അരിത്തമെറ്റിക് പാർട്ട് നമ്മൾ പഠിക്കണം. അത് തന്നെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. ഇതാണ് ഹോൾ സിലബസ്. അത് ഇപ്പൊ IBPS PO ആൻഡ് IBPS ക്ലർക്ക് എന്ന് മാത്രമല്ല, എല്ലാ ബാങ്ക് ആൻഡ് ഇൻഷുറൻസ് എക്സാമിനും ഒരേ സിലബസ് ആണ്. ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ലെവലിൽ മാത്രമാണ് ഓരോ എക്സാംസിലും വ്യത്യാസം വരുന്നത്. ഓക്കെ, ഇപ്പൊ PO എക്സാംസിന് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി ക്ലർക്കും അതിൽ കവർ ചെയ്യും. പക്ഷേ POയുടെയും ക്ലർക്കിന്റെയും കട്ട് ഓഫ് തമ്മിലൊക്കെ നല്ല വ്യത്യാസമുണ്ട്. കട്ട് ഓഫിന്റെ ഒരു വീഡിയോ ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ചെയ്യാം. ഇതിൽ തന്നെ എല്ലാം കൂടി ഇൻക്ലൂഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഡൗട്ട് ആയിരിക്കും. അപ്പൊ അത് വേണ്ട, നമുക്ക് IBPS POയുടെയും IBPS ക്ലർക്കിന്റെയും കട്ട് ഓഫ് ഡീറ്റെയിൽസ് സെപ്പറേറ്റ് ആയിട്ട് ഞാൻ ഒരു വീഡിയോ ചെയ്യാം. പിന്നെ റീസണിങ് എന്റെ സബ്ജക്റ്റ് ആണ്. അപ്പൊ റീസണിങ്ങിലും ഇതേപോലെ തന്നെ നമുക്ക് മിസ്ലേനിയസ് പാർട്ടും പസിൽസ് ആൻഡ് സീറ്റിംഗ് അറേഞ്ച്മെന്റും രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിരിക്കുകയാണ്. നമുക്ക് മിസ്ലേനിയസിനകത്തിലെ 6 ടോപ്പിക്കാണ് പ്രിലിംസിന് പഠിക്കാനുള്ളത്. ഡയറക്ഷൻ ടെസ്റ്റ്, ഇൻഇക്വാളിറ്റി, ബ്ലഡ് റിലേഷൻ, ആൽഫ ന്യൂമറിക് സീരീസ്, സിലോജിസം ആൻഡ് കോഡിംഗ് ഡീകോഡിംഗ്. അതിൽ ചൈനീസ് കോഡിംഗ് മാത്രമാണ് പ്രിലിംസിന് ചോദിക്കുക. പ്ലസ് പസിൽസ് ആൻഡ് സീറ്റിംഗ് അറേഞ്ച്മെന്റ്. പസിൽസ് ആൻഡ് സീറ്റിംഗ് അറേഞ്ച്മെന്റ് ഇഷ്ടം പോലെ പസിൽസ് ആൻഡ് സീറ്റിംഗ് അറേഞ്ച്മെന്റ് ഉണ്ട്. ബോക്സ് ടൈപ്പ് പസിൽ, ഫ്ലോർ ടൈപ്പ് പസിൽ, മന്ത് ആൻഡ് ഇയർ ബേസ്ഡ് ടൈപ്പ് പസിൽ, ഫ്ലാറ്റ് ആൻഡ് ഫ്ലോർ പസിൽ, പ്രൊഫഷൻ ആൻഡ് ഡെസിഗ്നേഷൻ പസിൽ, ഓർഡർ ആൻഡ് റാങ്കിംഗ് പസിൽ, ടാബുലർ പസിൽ. അതേപോലെ തന്നെ സീറ്റിംഗ് അറേഞ്ച്മെന്റ്, ലീനിയർ, സർക്കുലർ സീറ്റിംഗ് അറേഞ്ച്മെന്റ്, സ്ക്വയർ ആൻഡ് റെക്ടാങ്കുലർ സീറ്റിംഗ് അറേഞ്ച്മെന്റ്, ട്രയാങ്കുലർ സീറ്റിംഗ് അറേഞ്ച്മെന്റ്, പാരലൽ സീറ്റിംഗ് അറേഞ്ച്മെന്റ്. അങ്ങനെ ഒരു 6 ടൈപ്പ് സീറ്റിംഗ് അറേഞ്ച്മെന്റും ബേസിക് ആയിട്ട് പറഞ്ഞാൽ ഒരു 7 ടൈപ്പ് പസിലും. ഇത്രയും കൂടെ കൂട്ടിയാണ് നമുക്ക് പ്രിലിംസിന് വരിക. പക്ഷെ മെയിൻസിലേക്ക് വരുമ്പോൾ നമ്മൾ ഇപ്പൊ ഈ പറഞ്ഞ പ്രിലിംസിന്റെ തന്നെ ഹൈ ലെവൽ ക്വസ്റ്റ്യൻസ് ആയിരിക്കും. ഇപ്പൊ സാധാ ബ്ലഡ് റിലേഷൻ ആണ് പ്രിലിംസിന് ചോദിക്കുന്നതെങ്കിൽ മെയിൻസിലേക്ക് വരുമ്പോൾ കോഡഡ് ബ്ലഡ് റിലേഷൻ ആകും. സാധാ ഡയറക്ഷൻ ടെസ്റ്റ് ആണ് പ്രിലിംസിന് ചോദിക്കുന്നതെങ്കിൽ മെയിൻസിലേക്ക് വരുമ്പോൾ കോഡഡ് ഡയറക്ഷൻ ആകും. ബേസിക് ബ്ലഡ് റിലേഷൻ ചോദിച്ചാൽ മെയിൻസിന് ബ്ലഡ് റിലേഷൻ പസിൽസ് വരാം. അപ്പോൾ അതാണ് നമ്മളുടെ റീസണിങ്ങിന്റെ ടോപ്പിക് എന്ന് പറയുന്നത്. അതുകൂടാതെ ഡേറ്റ സഫിഷ്യൻസി, ഇൻപുട്ട് ഔട്ട്പുട്ട്, ഇതെല്ലാം നമ്മളോട് ചോദിക്കുന്ന ടോപ്പിക്സ് ആണ്. ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ ടോപ്പിക്സ് എല്ലാം ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഇതാണ് കംപ്ലീറ്റ് റീസണിങ്ങിന്റെ സിലബസ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഇംഗ്ലീഷിലേക്ക് വരുമ്പോൾ നമുക്ക് RC ഉണ്ട്, റീഡിംഗ് കോംപ്രിഹെൻഷൻ ഉണ്ട്, then ക്ലോസ് ടെസ്റ്റ്, പാരാ ജംബിൾ, വേർഡ് യൂസേജ്, വേർഡ് സ്വാപ്പ്, ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് ബേസ്ഡ് ക്വസ്റ്റ്യൻ, എറർ ഡിറ്റക്ഷൻ, പാരഗ്രാഫ് കംപ്ലീഷൻ, വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ, ഇതെല്ലാം നമുക്ക് ഇംഗ്ലീഷിന്. ഇത് കൂടാതെ കുറച്ച് മിസ്ലേനിയസ് ക്വസ്റ്റ്യൻസും ആ ഒരു പാർട്ടിൽ നിന്നുണ്ട്. അപ്പോൾ ഇതേപോലെ തന്നെ ക്വാണ്ടിൻ എന്താണ്, ഇൻഡിവിജ്വലി ബാങ്കിന്റെ സിലബസ് എന്താ, ഇംഗ്ലീഷിന്റെ ബാങ്കിന്റെ സിലബസ് എന്താ, റീസണിങ്ങിന്റെ ബാങ്കിന്റെ സിലബസ് എന്താന്ന് നമ്മൾ അതാത് ഫാക്കൽറ്റി സെപ്പറേറ്റ് ചെയ്ത വീഡിയോസ് ഉണ്ട്. അപ്പോൾ ഓരോ എക്സാമിനും ഓരോ സിലബസ് അല്ല, എല്ലാത്തിനും ഒറ്റ സിലബസ് ആണ്. ചോദിക്കുന്ന ക്വസ്റ്റ്യൻസിന്റെ ലെവലിൽ മാത്രമാണ് വ്യത്യാസം. നിങ്ങൾ നമ്മുടെ സൈലം ബാങ്കിങ്ങിന്റെ യൂട്യൂബ് ചാനൽ നോക്കിയാൽ തന്നെ ഓരോ സബ്ജക്റ്റും അതിന്റെ സ്ട്രാറ്റജി എന്താണ്. ഇപ്പം ക്വാണ്ട് ആണെങ്കിൽ നിഖിൽ സാർ അതിന്റെ കംപ്ലീറ്റ് സ്ട്രാറ്റജി കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ള വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇംഗ്ലീഷിന്റെ കേസ് ആണെങ്കിൽ രേവതി മിസ് ചെയ്തിട്ടുണ്ട്. ആൻഡ് എന്റെ റീസണിങ്ങിനാണെങ്കിലും റീസണിങ്ങിന്റെ കംപ്ലീറ്റ് പ്രിലിംസിന്റെയും മെയിൻസിന്റെയും സ്ട്രാറ്റജി എന്താണ് എന്നുള്ള സെപ്പറേറ്റ് വീഡിയോ ഓൾറെഡി നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇത് ആസ് എ ഹോൾ ഞാൻ കംപ്ലീറ്റ് സിലബസ് ആണ് ഈ പറഞ്ഞേക്കുന്നത്. ഓക്കെ, അപ്പോ ഒരു കാര്യം മാത്രം നോക്കുക. വൺസ് നിങ്ങൾ ഈ 3 സബ്ജക്റ്റിന്റെയും ബേസ് കംപ്ലീറ്റ് ആക്കി, ബേസ് കോൺസെപ്റ്റ്സ് എല്ലാം മനസ്സിലാക്കി, പ്രാക്ടീസ് ചെയ്ത് സെറ്റ് ആക്കിയാൽ പിന്നെ കറണ്ട് അഫയേഴ്സ് മാത്രം പഠിച്ചു പോയാൽ മതി, അല്ലെ? അപ്പൊ ഈ 2026 വരുന്ന ബാക്കി എല്ലാ എക്സാംസും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ക്രാക്ക് ചെയ്യാൻ പറ്റും. വൺസ് ഇതെല്ലാം നിങ്ങളൊന്ന് കവർ ചെയ്യുക.
ഇത് കവർ ചെയ്ത് എങ്ങനെയാണ് എക്സാംസിന് ക്വസ്റ്റ്യൻ വരുന്നത്, എന്നിട്ട് മെമ്മറി ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ഒക്കെ എടുത്ത് ചെയ്ത് നോക്കുമ്പോഴാണ് നിങ്ങൾക്ക് മനസ്സിലാകുക ഓക്കെ ഇത് ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. ഇപ്പൊ പസിൽസ് ചെയ്യുന്നതിന് ഒരു രീതിയുണ്ട്, ഓരോ ടൈപ്പ് പസിൽസിനും ഓരോ കോൺസെപ്റ്റ്സ് ഉണ്ട്. അത് നന്നായിട്ട് മനസ്സിലാക്കി പഠിച്ചു കഴിഞ്ഞാൽ, പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ ഷുവർ ആയിട്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിലേക്ക് എത്താൻ പറ്റും. നിങ്ങളുടെ സ്വപ്ന ജോലിയിലേക്ക്, ബാങ്കർ ആകുക എന്ന സ്വപ്ന ജോലിയിലേക്ക് നിങ്ങൾക്ക് എത്താൻ പറ്റും. അപ്പൊ അങ്ങനെയാണെങ്കിൽ IBPS PO ആൻഡ് ക്ലർക്ക് എക്സാം ഫോക്കസ് ചെയ്ത് നമുക്ക് ബാച്ച് ഉണ്ടോ എന്ന് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്. യെസ്, IBPS PO ആൻഡ് ക്ലർക്ക് ഫോക്കസ് ചെയ്ത് നമുക്കൊരു ബാച്ച് ഉണ്ട്. നമ്മുടെ ക്ലാസ് ഈ മാസം 29-നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ടോട്ടൽ 450+ hours ഓഫ് ലൈവ് ആൻഡ് റെക്കോർഡഡ് ക്ലാസ്സസ് ആയിരിക്കും ഇതിൽ ഉണ്ടായിരിക്കാം. നമുക്ക് ലൈവ് ക്ലാസ്സസും ഉണ്ട്, അത് കൂടാതെ തന്നെ റെക്കോർഡഡ് സെഷൻസും നിങ്ങൾക്ക് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ഡെയിലി 2 to 4 hours എന്ന രീതിയിൽ വീക്ക്ലി 5 to 6 days ആയിരിക്കും നമുക്ക് ക്ലാസ്സസ് വരുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ എന്തൊക്കെ കവർ ചെയ്യും? 100% പ്രിലിംസിന്റെയും മെയിൻസിന്റെയും സിലബസ് കവർ ചെയ്യുകയും മെയിൻസ് ക്വാളിഫൈ ചെയ്യുന്ന ആൾക്കാർക്ക് ഇന്റർവ്യൂവിന്റെ ട്രെയിനിങ് പ്രോഗ്രാമും നമ്മൾ ഈ ഒരു ബാച്ചിലൂടെ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. അല്ലാതെ നമ്മൾ പ്രിലിംസ് മാത്രം അങ്ങനെയല്ല, മെയിൻസും 100% മെയിൻസും ഇതിലൂടെ എന്ത് ചെയ്യുന്നതായിരിക്കും, നിങ്ങൾക്ക് കവർ ചെയ്യാൻ പറ്റും. ഇനി ഇതിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി എല്ലാ എക്സാംസിനും യൂസ്ഫുൾ ആണോ? ഡെഫിനറ്റ് ആയിട്ടും. കാരണം ഞാൻ ഓൾറെഡി പറഞ്ഞു എല്ലാത്തിനും ഒറ്റ സിലബസാ. സോ ഉറപ്പായിട്ടും ഇത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. അപ്പൊ ഇതിന് നമ്മുടെ ഫീ വരുന്നത് 6,999 ആണ്. അപ്പൊ വാലിഡിറ്റി പറഞ്ഞിരിക്കുന്നത് ടിൽ എക്സാം. അപ്പൊ നമ്മളുടെ എക്സാം എന്ന് പറയുന്നത് 2026 കംപ്ലീറ്റ് എക്സാം തീരുന്നത് 2027 ജനുവരി 30 അല്ലെ? ജനുവരി 30 RRB ക്ലർക്കിന്റെ മെയിൻസ് എക്സാം വരുന്നത്. സോ അതുവരെയും നിങ്ങൾക്ക് ഈ ഒരു ബാച്ചിൽ നമ്മളുടെ ക്ലാസ് കിട്ടും. അപ്പോൾ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് IBPS PO ആൻഡ് ക്ലർക്ക് ആണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ, നിങ്ങൾ ഒരു ബിഗിനർ ആണ്, നിങ്ങൾക്കൊന്നും അറിയത്തില്ല ബാങ്ക് എക്സാംസിനെ പറ്റിയിട്ടെങ്കിൽ ധൈര്യമായിട്ട് ഈ ഒരു ബാച്ചിൽ ജോയിൻ ചെയ്തോളുക. നമ്മള് ബേസ് ടു അഡ്വാൻസ് എന്ന ലെവലിലായിരിക്കും നമ്മളുടെ ക്ലാസ്സസ് പോകുന്നത്. അത് നമ്മുടെ സൈലം ബാങ്കിങ്ങിന്റെ ഉറപ്പാണ്. ഓക്കെ, ഇപ്പൊ എന്തെങ്കിലും ഡൗട്ട് നിങ്ങൾക്ക് ബാച്ചിന് റിലേറ്റഡ് ആയിട്ടുണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. ആൻഡ് നമുക്ക് ഓഫ്ലൈൻ ബാച്ച് ഉണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. ഉറപ്പായിട്ടും നമുക്ക് ഓഫ്ലൈൻ ബാച്ച് ഉണ്ട്. നമുക്ക് കോഴിക്കോട് മാത്രമായിരിക്കും ഓഫ്ലൈൻ ബാച്ച് ഉള്ളത്. നമുക്ക് ഇതേപോലെ തന്നെ ബേസ് ടു അഡ്വാൻസ് എന്ന രീതിയിൽ പ്രിലിംസിന്റെയും മെയിൻസിന്റെയും 100% സിലബസ് കവർ ചെയ്ത് ഇന്റർവ്യൂവിനുള്ള ഒരു സപ്പോർട്ട് നമ്മൾ ഉറപ്പായിട്ടും ഈ ഒരു ബാച്ചിലൂടെ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ഇവിടെയും നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഈ ഒരു നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ നന്നായിട്ട് എല്ലാവരും നിങ്ങളുടെ പ്രിപ്പറേഷൻ മുന്നോട്ടേക്ക് കൊണ്ടുപോകുക. ഇതെന്റെ ടെലഗ്രാം ചാനലാണ്, റീസണിംഗ് വിത്ത് അഞ്ജു. നിങ്ങൾ ടെലഗ്രാമിൽ ജസ്റ്റ് റീസണിംഗ് വിത്ത് അഞ്ജു എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ബാങ്ക് എക്സാംസിനെ പറ്റിയിട്ടുള്ള കംപ്ലീറ്റ് അപ്ഡേറ്റ്സും ഡെയിലി പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ്, റീസണിംഗ് സബ്ജക്റ്റിന്റെ ഡെയിലി പ്രാക്ടീസ് ക്വസ്റ്റ്യൻസും ഒക്കെ നിങ്ങൾക്ക് ഈ ഒരു ടെലഗ്രാം ചാനലിലൂടെ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. സോ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. നിങ്ങളുടെ സ്വപ്ന ജോലിയിലേക്ക് എത്താനുള്ള പ്രിപ്പറേഷൻ ഇന്നു മുതൽ സ്റ്റാർട്ട് ചെയ്യുക. സോ വിഷ് യു ഓൾ ദ വെരി ബെസ്റ്റ്.